ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആര്യ വാസ് ഓൾവേസ് വാണ്ട് ടു ഫ്ലൈ. അപ്പം ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ഇവിടെ. അവൾക്ക് പറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെൻ ഷീ വാസ് 4 years old ഷീ വാണ്ട് ടു ബി റോസമ്മ. അപ്പോൾ അവൾ 4 വയസ്സായിരിക്കുമ്പോൾ അവളിങ്ങനെ പറയായിരുന്നു അവൾക്ക് റോസമ്മയെ പോലെ ആവണമെന്ന്. ആരാണ് ഈ റോസമ്മ എന്ന് നോക്കാം. ആര്യ സോഹർ ഇൻ ദ സർക്കസ്. സർക്കസ് എന്നാണ് ആര്യ ഈ റോസമ്മേനെ കാണുന്നത്. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. അപ്പം ഈ സർക്കസിലൊക്കെ കാണുന്ന ഇങ്ങനെ വടിയിൽ പിടിച്ച് തൂങ്ങി ഇങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇവിടെ റോസമ്മ. ആര്യ വാണ്ട് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. അവൾക്കിങ്ങനെ ഓരോ അതിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ പിടിച്ച് ഫ്ലൈ ചെയ്ത് ഇങ്ങനെ പറന്ന് ചാടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മസ്. അപ്പോൾ റോസമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലെ തന്നെ ഇവളുടെ ഡ്രസ്സും ഇങ്ങനെ മിന്നി തിളങ്ങുമെന്നാണ് പറയുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. അതുപോലെ തന്നെ റോസമ്മയ്ക്ക് വേണ്ടി റോസമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ കൈയടിക്കുമായിരുന്നു. ഷീ വുഡ് ഈറ്റ് കോട്ടൺ കാൻഡി എവറി ഡേ. അപ്പം അവർ എപ്പോഴും പഞ്ഞി മിഠായി കഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗഡ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് ആരുമായിരിക്കും? ഇവളിങ്ങനെ തൂങ്ങി ആടി റോസമ്മേനെ പോലെ ട്രാപ്പീസ് ആർട്ടിസ്റ്റായി കളിക്കുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജോക്കറിനെ പോലെ ഇങ്ങനെ തമാശയൊക്കെ കാട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് പറയുന്നത്. വെൻ ആര്യ വാസ് 8 years old ഷീ വാണ്ട് ടു ബി കൽപ്പന ചൗള. ആര്യക്ക് 8 വയസ്സായപ്പോൾ അവൾക്ക് കൽപ്പന ചൗളനെ പോലെ ആകാനായി ആഗ്രഹം. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. അങ്ങനെ കൽപ്പന ചൗള ധരിച്ചതുപോലെയുള്ള ഓറഞ്ച് സ്പേസ് സ്യൂട്ട് അവളുടേതായ രീതിക്ക് ഉണ്ടാക്കിയിട്ട് രാത്രിയും പകലെന്ന് ഇല്ലാതെ അവളിങ്ങനെ ഇട്ട് നടക്കുമായിരുന്നു. ആര്യ ആർന്റ് യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്. അങ്ങനെ അവൾക്ക് അതിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ചൂടൊന്നും എടുക്കുന്നില്ലേ എന്ന് ഇങ്ങനെ അമ്മ ചോദിച്ചപ്പം ആസ്ട്രോണറ്റ് ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ സ്യൂട്ട് അമ്മ. സ്പേസ് ഈസ് നോട്ട് സേഫ് ആസ് ദ എർത്ത് ഈസ് മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ. അപ്പോൾ അവൾ പറയുന്നത് ആസ്ട്രോണറ്റൊക്കെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ശീലമാക്കണം. നമ്മൾ സ്പേസിൽ പോകുമ്പോൾ അത് നമുക്ക് എർത്തിനെ പോലെ സേഫ് അല്ല, അതുകൊണ്ട് ഈ സ്യൂട്ടാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അവൾ. വെൻ ആര്യ വാസ് 12 years old ഷീ വാണ്ട് ടു ബി അമലിയ ഇയർഹർട്ട്. ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രോജക്റ്റ്. അതുപോലെ തന്നെ അവൾക്ക് 12 വയസ്സായപ്പോൾ അവൾക്ക് എമിലിയ ഇയർഹർട്ടിനെ മാതിരി ആവാനായി ആഗ്രഹം. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവളൊരു മോഡൽ പ്ലെയിനും ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇറ്റ് കുഡിൻ ഫ്ലൈ ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. അത് പറക്കുന്ന പ്ലെയിനൊന്നുമല്ല, അവൾ സാധാരണ ഒരു ഡമ്മി പ്ലെയിനാണ് ഉണ്ടാക്കിയത്, പക്ഷേ അവൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ആര്യ ഇവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് എമിലിയ. എമിലിയൻ്റെ പോലെ ഒരു ഹെയർ കട്ടും അപ്പോൾ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അമലിയ ഇയർഹർട്ട് എന്ന് പറയുന്നത് ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ലേഡി പൈലറ്റാണ്. അവർ ഈ അറ്റ്ലാന്റിക് ഓഷൻ്റെ മുകളിലൂടെയൊക്കെ ഫസ്റ്റ് വിമാനം ഓടിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് വനിതയാണ്. സൂൺ ആര്യ ഹെഡ് ഓഫ് അങ്കുലിയ ബായ് കമുദമ്മാൾ ആൻഡ് സർല തക്രാൽ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഫസ്റ്റ് പ്ലെയിനൊക്കെ പറത്തിയിട്ടുള്ള ഇതുപോലുള്ള വുമൻസിൻ്റെ പേര് അവൾ കേൾക്കുകയുണ്ടായി. ഓക്കെ, ബാക്കി നോക്കാം. ഐ കാൺ വെയിറ്റ് ടിൽ ഐ എം എ ടീനേജർ. സോ യു ക്യാൻ ഡ്രൈവ്? നോ. സോ യു ക്യാൻ വോട്ട്? നോ. ദെൻ വാട്ട്? സോ ഐ ക്യാൻ ഫ്ലൈ. ഇവിടെ ആര്യക്ക് ടീനേജർ ആവാൻ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവളോട് ആരോ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ 18 ആയിക്കില്ലെങ്കിൽ? അപ്പം നോ എന്ന് പറയാണ്. പിന്നെ ടീനേജർ ആയിക്കില്ല വോട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം ഇല്ലെന്ന് പറയാണ്. അപ്പം എന്താ പിന്നെ നിനക്ക് പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഫ്ലൈ ചെയ്യാമല്ലോ എന്നാണ്. വെൻ ആര്യ വാസ് 18 years old ഷി വാണ്ട് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ ഫൈറ്റർ പൈലറ്റ് ആവാനാണ് അവൾക്ക് 18 years old കഴിഞ്ഞപ്പം ആഗ്രഹം ഉണ്ടായത്. ഹു ആർ ദേ ചേച്ചി? ആസ്ക് ഹെർ ലിറ്റിൽ ബ്രദർ രാജു സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വാൾ. അവൾ മതിലൊട്ടിച്ചിരിക്കുന്ന പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ആരാന്ന് അവളുടെ ലിറ്റിൽ ബ്രദർ അവളോട് ചോദിക്കുകയാണ്. രാജു എന്നാണ് അവൻ്റെ പേര്. ദി ആർ ഭവന, അവനി ആൻഡ് മോഹന ദ ഫസ്റ്റ് വുമൺ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. അപ്പം ഇവൾ പറഞ്ഞു ഇവരൊക്കെ ആണ് നമ്മളെ ഇന്ത്യയിൽ നിന്നും ഫൈറ്റർ പ്ലെയിൻസ് ഓടിച്ചിട്ടുള്ള ആദ്യത്തെ വനിതകളെന്ന്. ആർ ദേ യുവർ ഫ്രണ്ട്സ്? ആര്യ ലാഫ്റ്റ്. മേ ബി സംഡേ രാജു. അപ്പം അവർ നിൻ്റെ ഫ്രണ്ട്സ് ആണോ എന്ന് രാജു ആയിട്ടുള്ള അവളുടെ അനിയൻ ചോദിച്ചപ്പോൾ അവൾക്ക് ചിരി വന്നു. എന്നിട്ട് പറഞ്ഞു ചിലപ്പം ആവുമായിരിക്കും രാജു എന്ന് പറയാണ്. ആര്യ സേവ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അപ്പോൾ ഫ്ലൈയിങ് സ്കൂളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അവൾ പൈസയൊക്കെ ശേഖരിച്ച് വെച്ചു. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡി. അങ്ങനെ വർഷങ്ങൾ അവൾ പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. അപ്പം അവൾ പൈലറ്റിൻ്റെ കൂടെ പോയിരുന്ന് ഇത് ഒക്കെ ലേൺ ചെയ്യാണ്. ഷീ വർക്ക് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അപ്പോൾ അവൾ നന്നായി ഹാർഡ് വർക്കും ചെയ്തു, കുറേ ക്യാരറ്റും കഴിച്ചു. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അപ്പോൾ നമുക്കറിയാം പ്ലെയിനൊക്കെ ഓടിക്കണമെങ്കിൽ കാഴ്ചശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അവൾ കുറേ ക്യാരറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞും കൊടുത്തതായിരുന്നു അവളോട് ഇതൊക്കെ കഴിച്ചാൽ കണ്ണിന് നല്ല കാഴ്ച കിട്ടുന്നു. അതുപോലെ തന്നെ ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ ഫൈനലി അവൾ കോക്ക്പിറ്റിൽ ഇരിക്കാൻ റെഡിയായി എന്നാണ് പറയുന്നത്. കോക്ക്പിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പൈലറ്റ്സൊക്കെ ഇരുന്ന് ഇങ്ങനെ വിമാനം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, വിമാനം ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ഭാഗം, അതിനാണ് കോക്ക്പിറ്റ് എന്ന് പറയുക. അതായത് ഇതിനർത്ഥം ഇവൾ ഒരു വിമാനം ഓടിക്കാൻ ഫുള്ളായിട്ട് റെഡിയായി എന്നാണ്. ടുഡേ ഈസ് ദ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ.
ദാറ്റ്സ് ഹർ ഇൻ ദ കോക്പിറ്റ്. അപ്പോൾ അവൾ കോക്പിറ്റിലിരിക്കുന്ന ആ ഒരു ഡേ ആയിരുന്നു അന്ന്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹർ പ്ലെയിൻ ദിസ് മോർണിംഗ്. അപ്പം ആ ഒരു അവളുടെ ഫ്ലൈറ്റിൽ 2 അതിഥികളും കൂടെ ഉണ്ടായിരുന്നു അവളുടെ പാസഞ്ചേഴ്സായിട്ട്. ആരൊക്കെയായിരുന്നു അത്? ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം അബ്രോഡ്. അപ്പോൾ അവൾ എന്നിട്ട് അവിടെയുള്ള ആ ഒരു മൈക്ക് പോലത്തെ സാധന സ്പീക്കർ എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ ആണ് ആര്യ, നമുക്ക് അബ്രോഡിലേക്ക് വെൽക്കം എന്ന് അവളിങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചിന്ന് ആരോ വിളിച്ചു. ആരോ വിളിച്ചത്? രാജു വാസ് ത്രില്ല്. അപ്പം ത്രില്ലായിട്ട് രാജു ഇങ്ങനെ അവളെ ചേച്ചിന്ന് വിളിച്ചു. യെസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അപ്പം അത് എൻ്റെ മകളെന്നും പറഞ്ഞിട്ട് രാജുവിൻ്റെ അമ്മ അവനെ ഹഗ് ചെയ്തു. അപ്പോൾ അതാരായിരിക്കും? ഈ ആര്യൻ്റെ അമ്മയാണ്. സോ അങ്ങനെ പറക്കാൻ ആഗ്രഹിച്ച ആര്യ അവളുടെ കോക്പിറ്റിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ വിമാനം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. അവൾ ഒരു ഫൈനലി ഒരു പൈലറ്റ് ആവുകയാണ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണാം.